വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ IBPS RRB എക്സാംസ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഇന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ സെക്ഷൻ ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ട്രെയിൻ എ റണ്ണിങ് അറ്റ് എ സ്പീഡ് ഓഫ് 36 km/h process train B in 20 seconds. Find the speed of train B if the sum of the length of the train A and B is 600 meters and both the trains running in the opposite direction. അപ്പൊ നമുക്കിവിടെ അറിയാം, നമുക്കിവിടെ 600/20 ആണ് എന്ന് പറഞ്ഞത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് എന്ന് പറഞ്ഞത് സ്പീഡ് എന്നറിയാം അല്ലെ. ഡിസ്റ്റൻസ് ബൈ 600, അതുപോലെ തന്നെ ഇത് മീറ്ററിലാണ്. km/h മാറ്റാനായിട്ട് 18/5 ചെയ്താൽ മതി. അപ്പൊ a train A running at a speed of 36 km/h crosses a train B in 20 seconds എന്നാണ് പറയുന്നത്. അപ്പോൾ ട്രെയിൻ എ, ഇതിന്റെ രണ്ടിന്റെയും കൂടെ ടോട്ടൽ, ട്രെയിൻ എയുടെയും ട്രെയിൻ ബിയുടെയും കൂടെ ടോട്ടൽ ലെങ്തിനെയാണല്ലോ കവർ ചെയ്യേണ്ടത്. ടോട്ടൽ ലെങ്ത് കവർ ചെയ്യുമ്പോൾ 600 മീറ്റർ. എത്ര ടൈമാ? 20 സെക്കൻഡ് ടൈമാണ്. അപ്പൊ അത്രയും ഡിസ്റ്റൻസ് ബൈ ടൈം. ഇനി ഇവിടെ സെക്കൻഡ്സിനാണ്, km/h മാറ്റാനായിട്ട് 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്കിവിടെ 108 എന്ന് കിട്ടും. ഇനി നമുക്കറിയാം, നമ്മളോട് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ട്രെയിൻ ബി ഇഫ് ദ സം ഓഫ് ദ ലെങ്ത്. ട്രെയിൻ ബി, സ്പീഡ് ഓഫ് ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. ട്രെയിൻ ബിയുടെ സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ സ്പീഡ് ഓഫ് ബി എന്ന് പറയുന്നത്, ഇവർ രണ്ടുപേരും ഒരേ ഡയറക്ഷനിലാകുമ്പോഴേക്കും എന്താണ്, 36 പ്ലസ് എക്സ് ആണ് എന്തെന്ന് പറയുന്നത് 108 എന്ന് പറയുന്നത്. അപ്പം എക്സ് എത്ര കിട്ടും? 108 മൈനസ് 36 ആണ്. 72 km/h എന്നാണ് നമുക്ക് സ്പീഡ് ഓഫ് ട്രെയിൻ ബി കിട്ടുന്നത്. ഇനി നമുക്ക് എ ഇൻവെസ്റ്റ് ₹X in a business. After 4 months, B joined him with ₹2X, double his investment. If at the end of the year's total profit is 13,950, then find the profit share of A. അപ്പോൾ എക്സ്, എ എന്ന് പറയുന്നത് എക്സ് എമൗണ്ടിലും ബി എന്ന് പറയുന്നത് 2X എമൗണ്ടുമാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. 4 മാസം കഴിഞ്ഞിട്ടാണ് ബി ജോയിൻ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ബി ജോയിൻ ചെയ്ത് 4 മാസം കഴിഞ്ഞിട്ട്, അപ്പം ബാക്കി 12 മാസത്തിൽ 4 കഴിഞ്ഞാൽ 8 മാസമാണുള്ളത്. എ ഓഫ് എക്സ് എമൗണ്ടിൽ 4 മന്ത് പ്ലസ് എത്രയാണ് 2X എമൗണ്ടിൽ 8 മന്തും ആണ് എയുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? അപ്പം ദെൻ ഫൈൻഡ് ദ പ്രോഫിറ്റ് ഷെയർ ഓഫ് എ ആണല്ലോ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. 4X പ്ലസ് 16X ഇൻറ്റു 16X എന്ന് കിട്ടും. 4X ഇൻറ്റു 16X എന്ന് കിട്ടും. ഇതെന്ന് പറയുന്നത് എന്താണ്? 5:4 ആണ്. അപ്പൊ നമുക്ക് പ്രോഫിറ്റ് ഓഫ് എ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ടോട്ടൽ 9 ആണ് എന്തെന്ന് പറയുന്നത്, 9 ആണ് 13,950 തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 5ന്റെ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ പ്രോഫിറ്റ് ഓഫ് എ. ഇത് നമുക്ക് ഇതെങ്ങനെ കിട്ടുന്നത്? 20X = 16X ആണ്. അപ്പൊ X പൊട്ടി പോയിട്ട് ആണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. അപ്പൊ നമുക്കിത് ചെയ്യുമ്പോഴത്തേക്ക് 7750 7750 എന്നിട്ടും 199 49 5945 5945 155 × 5 ചെയ്യുക. 155 × 5 7750. ഇവിടെ 0 ഉണ്ട്, 0 ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 7750 ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. A man invested an amount in 2 schemes in the ratio 2:3 at the rate of 20% per annum and 10%
per annum on compound interest respectively. If the man gets a total invest of 1,208 after 2 years from both the schemes, the find the amount invested by man എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എമൗണ്ട് എന്ത് ചെയ്യാം, 2x-ഉം 3x-ഉം ആയിട്ട് എടുക്കാം. എമൗണ്ട് 2x-ഉം 3x-ഉം ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 20% വെച്ചിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും, 20 + 20 + 20 × 20/100 ആണ്. നമുക്കറിയാം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇതെന്ന് പറയുന്നത്. അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് 44% ആണ് 2 ഇയേർക്കുള്ള ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതൊരു 10 വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 21 എന്നാണ് കിട്ടുന്നത്. 21. അപ്പൊ നമുക്ക് 2x എമൗണ്ടിലുള്ള എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ 2x × 44/100 ചെയ്യുക. അതേ പ്ലസ് എന്താണ് 3x എമൗണ്ടിലുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 3x × 21/100. അപ്പൊ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 22x/25 എന്ന് കിട്ടും. ഇത് ചെയ്യുമ്പോൾ 63x/100 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഈ രണ്ടും കൂടി ചെയ്യുന്ന ഈ ഇൻട്രസ്റ്റുകളാണ്, ഇൻട്രസ്റ്റിന്റെ സം തന്നിട്ടുണ്ട്. എത്രയാണെന്ന് തന്നിട്ടുണ്ട്, ഇതിന്റെ സം എന്ന് പറയുന്നത് 1208 ആണ് തന്നിട്ടുണ്ട്. അപ്പം 151x/100 എന്ന് പറയുന്നത് എന്താണ്, 1208 ആണ്. അപ്പൊ x എന്ന് പറഞ്ഞാൽ എന്താണ്, 1028 × 100 ഡിവൈഡഡ് ബൈ എന്താണ് 151 എന്ന് കിട്ടും. ഇത് വെട്ടിക്കളയുമ്പോൾ x = എന്ത് കിട്ടും, 800 എന്ന് കിട്ടും. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുന്നത് എമൗണ്ട് 2x 3x എന്നങ്ങ് എടുത്തു, റേഷ്യോ വെച്ചിട്ട് എമൗണ്ടിനെ എടുത്തു. ഇനി 20%-ഉം 10%-ഉം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ 2 വർഷത്തേക്ക് ടോട്ടൽ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. അതൊരു ഇക്വേഷൻ ഉണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ 2 ഇയർ a + b + a × b/100 ആണ്. എയും ബിയും രണ്ട് ഓരോ വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റുകളാണ്. അപ്പം 20% ചെയ്യുമ്പോൾ 40%-ഉം 10% 21-ഉം കിട്ടും. അപ്പൊ നമ്മൾ അത് ഈ എക്സ് എമൗണ്ടിൽ എത്രയാകും നോക്കും. 2x എമൗണ്ടിൽ നമുക്ക് 20% കൊടുക്കുമ്പോഴത്തേക്ക് 44/100 ചെയ്യുമ്പം ഇങ്ങനെ ഒരു എമൗണ്ട് കിട്ടും. ഇൻട്രസ്റ്റ് ഓൺ എമൗണ്ട് 36 ആകുമ്പോൾ 36 × 21/100 63/x കിട്ടും. അപ്പോൾ നമുക്ക് ഇത് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്ന, ഈ ഇൻട്രസ്റ്റുകൾ ആഡ് ചെയ്യുന്ന എമൗണ്ട് ടോട്ടൽ 1208 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ 1208 × 100, അപ്പൊ 151 ആണ് എന്തെന്ന് പറയുന്നത് 1208. നമുക്ക് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് 151x എന്ന് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ എക്സിന്റെ വാല്യൂ ഇത് സോൾവ് ചെയ്തെടുക്കും. അപ്പൊ എക്സിന്റെ വാല്യൂ 800 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ 5x ആണല്ലോ ടോട്ടൽ എമൗണ്ട്, 2x + 3x 5x ആണ് ടോട്ടൽ എമൗണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, 800 × 5 ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും, 4000 എന്നാണ് ആൻസർ കിട്ടുന്നത്. 4000 എന്നാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. Sum of the length of a rectangle and side of a square is 72 meter. എന്താണ്, sum of a length of a rectangle and side of a square. Length of rectangle and side of square 72 meter ആണ്. അപ്പൊ perimeter of the rectangle is 84 meter. അപ്പൊ പെരിമീറ്ററിന്റെ ഇക്വേഷൻ അറിയാം, എന്താണ് 2 × l + b. അത് എത്രയാണ്, അത് നമുക്ക് 84 എന്ന് തന്നിട്ടുണ്ട്. 84 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ പിന്നെ പറഞ്ഞേക്കുന്നത് എന്താണ്, and the breadth of the rectangle is 80 meter. ബ്രെഡ്ത്ത് എത്രയാണ്, 18 meter ആണ്. അപ്പൊ നമ്മളിവിടെ ബിക്ക് 18 ഇട്ട് കൊടുത്തു. പിന്നെന്താണ്, പെരിമീറ്റർ നമുക്കറിയാലോ 84 ഇട്ട് കൊടുത്തല്ലോ. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ലെങ്ത് 24 cm കിട്ടും. ഇനി എന്താണ്, സൈഡ് ഓഫ് ദ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, സൈഡ് ഓഫ് ദ സ്ക്വയർ എന്ന് പറയുന്നത്, അതായത് സൈഡ് ഓഫ് ദ സ്ക്വയർ പ്ലസ് ലെങ്ത് ഓഫ് ദ റെക്ടാങ്കിൾ ആയിരുന്നല്ലോ 72 meter. അപ്പൊ 72 - 24 ചെയ്യുക, എന്താണ് 48 meter ആണ് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. 48 meter ആണ് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് വെച്ചാല് ലെങ്ത് ഓഫ് എ റെക്ടാങ്കിൾ പ്ലസ് സൈഡ് ഓഫ് എ സ്ക്വയർ ആണ്.
സൈഡ് ഓഫ് എ സ്ക്വയർ ആണ് 72 എന്ന് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ലെങ്ത് ഓഫ് റെക്ടാങ്കിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 84 ആണ് എന്തെന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ 84 എന്ന് തന്നിട്ടുണ്ട്. പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ് 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. അത് 84 ആണെന്ന് അറിയാലോ. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇക്വേറ്റ് ചെയ്തു. അങ്ങനെ വാല്യൂ ഇട്ട് കൊടുത്തു. ബ്രെഡ്ത്തിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ ലെങ്തിന്റെ വാല്യൂ 24 എന്ന് കിട്ടുന്നു. സൈഡ് ഓഫ് ദ സ്ക്വയർ എന്ന് പറയുന്നത് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇപ്പം L+A ആണ് 72 എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമുക്കിത് 48 മീറ്റർ ആണെന്ന് കിട്ടും. The ratio of time taken by A and B and C to complete work alone is 4:6:3. If all three ratio of time taken by A, B, C to complete work alone. A, B, C to complete ratio of time taken by A, B, C to complete work alone is 4:6:3 ആണ്. If all three complete in 8 days, എല്ലാരും കൂടി A plus B plus C 8 days കൊണ്ട് തീർക്കുന്നു. Then find how many days A alone complete the 3/4 of the work. 3/4 of the same work എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ LCM 26 എടുത്തു കഴിഞ്ഞാൽ 3 കിട്ടും. In how many days A alone complete 3/4 of the work എന്നാണ് ചോദിച്ചേക്കുന്നത്. A ഡെഫിഷ്യൻസി എത്രയാണ്? 6 ആണല്ലോ. A ഡെഫിഷ്യൻസി 6 ആണ്. അപ്പം 3/4 of work എന്ന് വെച്ചാൽ 24ന്റെ 3/4 എടുക്കുക, 18. 18/6 വർക്കിന്റെ ടൈമിന്റെ റേഷ്യോ ആയിരുന്നു തന്നിട്ടുള്ളത്. C 4x 6x 3x A B C 4x 6x 3x എടുത്തു. എഫിഷ്യൻസി ഓഫ് A എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് 12x ആണെങ്കിൽ 12x/4x ആണ് A ഡെഫിഷ്യൻസി. ഇനി B ഡെഫിഷ്യൻസി 12x/6x ആണ്, 2 ആണ്. ഇനി 12x/3x ആണ്, C ഡെഫിഷ്യൻസി 4 ആണ്. നമുക്ക് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 8 ഇൻറ്റു ഈ എഫിഷ്യൻസി എല്ലാം കൂടെ ആഡ് ചെയ്യുക, 3 + 2 + 4 ചെയ്യുക, 72 എന്ന് കിട്ടും. അപ്പം 3/4 ഓഫ് 72 എന്ന് പറയുന്നത് എന്താണ്? 54 കിട്ടും. Thus the time is taken by A to complete 3/4 of the total work 54/3. 50/4/3 ആണ് എന്തെന്ന് പറയുന്നത്, 18 days ആണ് എന്തെന്ന് പറയുന്നത് ആൻസർ ആയിട്ട് വരും. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന റേഷ്യോയുടെ എല്ലാം കൂടെ LCM എടുക്കുക. LCM 12x ആണല്ലോ, LCM 12x ആണ്. എഫിഷ്യൻസി ഓഫ് A എന്ന് പറഞ്ഞാൽ 12x/4x = എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. എഫിഷ്യൻസി ഓഫ് B എന്ന് പറഞ്ഞാൽ 12x/6x 2 കിട്ടും. ഇനി എഫിഷ്യൻസി ഓഫ് C എന്ന് പറഞ്ഞാൽ 12x/3x 4 കിട്ടും. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 8 ഇൻറ്റു 3 + 2 + 4 ആണ്. അപ്പൊ എന്ത് കിട്ടും? നമുക്ക് 72 എന്ന് കിട്ടും. 3/4 ഓഫ് വർക്ക് 72 എന്ന് പറയുന്നത് നമുക്ക് 54 വർക്കാണ്. അപ്പൊ 54 വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് A ഡെഫിഷ്യൻസി 3 ആയതുകൊണ്ട് A ഡെഫിഷ്യൻസി ഡിവൈഡ് ചെയ്യുമ്പോൾ 18 days എന്ന് കിട്ടും. Population of a village decreases by 10% in the first year and then increases by 20% in the second year. Find the population of the village at the end of the second year if 2 years ago it was. അപ്പൊ നമുക്ക് പോപ്പുലേഷൻ ഓഫ് എ വില്ലേജ് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്, ഡിക്രീസ് ചെയ്യുവാണ്. 10% വെച്ച് ഡിക്രീസ് ചെയ്യുകയാണ് ഫസ്റ്റ് ഇയർ ആൻഡ് ദെൻ ഇൻക്രീസ്ഡ് ബൈ 20% ഇൻ ദ സെക്കൻഡ് ഇയർ.
Find the population of the village at the end of the second year. If 2 years ago it was 15,000 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ 15,000-ൽ നിന്നാണല്ലോ തുടങ്ങുന്നത്. ആദ്യം എന്ത് ചെയ്തു? 90 മാറി, 10% ഡിക്രീസ് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? 20% ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് 120 എന്ന് കൊടുക്കാമല്ലോ. കൊടുക്കാം. ഇപ്പൊ നമ്മളിങ്ങനെ ഇത് വെട്ടിക്കളഞ്ഞു, ഇതും വെട്ടിക്കളഞ്ഞു, ഇത് പോയി, ഇത് പോയി. അപ്പൊ നമുക്ക് 15 × 9, 5 9 45, 4 1 9 9 35, 135 × 12, 2 10 ശിഷ്ടം 1 3 2 6 1 2 2 1 5 5 1 3 3 1 6 16,200 എന്ന് കിട്ടും. നമ്മളിവിടെ ഒരു 0 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തില്ലായിരുന്നു. അപ്പൊ അതും കൂടി ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? 16,200 ആൻസർ ആയിട്ട് ഇവിടെ കിട്ടുന്നത്. A shopkeeper marked up a shirt of 50% above cost price. അപ്പൊ എന്താണ്? A shopkeeper marked up shirt 50% above the cost price and allows successive discount of 11 and 1/9% and 10% on it. If the difference between the profit earned and the discount given is ₹200, then find the market price of the shirt എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് 11 and 1/9 എന്ന് വെച്ചാൽ എത്രയാണ്? നമുക്ക് 1/9 എഴുതാലോ. 15% എത്രയാണ്? 15% 1/2 ആണ്. അപ്പൊ 1/2 വരുമ്പോഴത്തേക്ക് അതിനകത്ത് കോസ്റ്റ് പ്രൈസ് താഴെയും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റും ആണ്. മേളിൽ എഴുതുന്നത് എന്താണ്? പ്രോഫിറ്റ് ആണ്. അപ്പൊ കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് എത്ര? കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് ആണല്ലോ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ സെല്ലിംഗ് പ്രൈസ് എത്ര കിട്ടും? 3 കിട്ടും. ഇനി 1/9 കേസ് എടുക്കുമ്പോൾ ഇവിടെ 9 ആണ് എന്തെന്ന് പറയുന്നത്? കോസ്റ്റ് പ്രൈസ്. 1 ആണ് എന്ത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എത്ര കിട്ടും? ഇത് എത്ര കിട്ടും? നമുക്ക് ഈ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് ആണ്. ഇവിടെ എത്രയാണ്? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ്? കോസ്റ്റ് പ്രൈസ് ഇവിടെ 9 ആണ്. അപ്പൊ പ്രോഫിറ്റ് 1 ആണ്. അപ്പൊ അലോ സക്സസീവ് ഡിസ്കൗണ്ട് ഓഫ് ഇതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ സെല്ലിംഗ് പ്രൈസ് ഇവിടെ 8 വരും. ഒന്ന് കുറയ്ക്കണമല്ലോ, ഒന്ന് കുറയ്ക്കുവാണ് ചെയ്തത്. അപ്പൊ സെല്ലിംഗ് പ്രൈസ് 8 ആണ്. ഇനി ഇഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രോഫിറ്റ് ആൻഡ് ആർ ദ ഡിസ്കൗണ്ട് ഗിവൺ ഈസ് 200 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രോഫിറ്റ് ഏണ്ടും ഡിസ്കൗണ്ട് പ്രോഫിറ്റ് ഏണ്ട് ആൻഡ് ദ ഡിസ്കൗണ്ട് ഗിവൺ ഈസ് 200 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് CP SP മാർക്കറ്റ് പ്രൈസ് ഇത്രയും കാര്യങ്ങൾ വേണം. അപ്പൊ നമുക്ക് CP എന്ന് പറയുന്നത് എന്താണ്? CP ഇവിടെ നമുക്ക് 5 കിട്ടും. SP എന്ത് കിട്ടും? 6 കിട്ടും. നമുക്ക് 5 6 7.5 ആണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 50% മോർ, 50% ഷോപ്കീപ്പർ മാർക്കറ്റ് അപ്പ് ഷർപ്പ് 50% എബോവ് കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞേക്കുന്നത്. കോസ്റ്റ് പ്രൈസിനെക്കാട്ടിയും എത്ര? 50% എബോവ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് പ്രൈസ് എന്ത് കിട്ടും? 5ന്റെ 50% മോർ എന്ന് പറയുമ്പോൾ 2.5 കൂടെ കൂട്ടും. 5 + 50% കൂട്ടുമ്പം 2.5 വരുന്നതാണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ്. അപ്പൊ അതെത്ര കിട്ടും? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് 1 കിട്ടും ഇവിടെ. അതുപോലെ തന്നെ നമുക്ക് ഡിസ്കൗണ്ട് എത്ര കിട്ടും? ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ആണ്. മാർക്കറ്റ് പ്രൈസ് 7.5, സെല്ലിംഗ് പ്രൈസ് 6, 1.5 കിട്ടും. ഇത്രയാണ് നമുക്ക് കിട്ടുന്നത്.
ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് തന്നിരിക്കുന്നത് ഈ ഡിസ്കൗണ്ടും മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നതാണ് 200 രൂപ എന്ന് തന്നിട്ട്. 0.5 ആണല്ലോ 200 എന്ന് പറയുന്നത്. 0.5 യൂണിറ്റ് ആണ് 200. അപ്പം ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 200 by 0.5. അപ്പൊ ഇത് എത്ര കിട്ടുന്നു? ഒരു യൂണിറ്റ് 400 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഒരു യൂണിറ്റ് 400 കിട്ടിയ 7.5 യൂണിറ്റ്. 7.5 യൂണിറ്റ് എന്ന് പറയുന്നത് 400 into 7.5 യൂണിറ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 3000 എന്ന് കിട്ടും. 3000 എന്നാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷർട്ട് എന്ന് പറയുന്നത് എന്താണ്? 3000 എന്നാണ് ഇവിടെ കിട്ടുന്നത്. മാർക്കറ്റ് പ്രൈസ് ഇവിടെ റേഷ്യോ 7.5 ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്തെന്ന് കിട്ടുന്നു? നമുക്കിവിടെ 3000 എന്നുള്ള ഒരു ആൻസറിലേക്ക് നമ്മൾ എത്തുന്നു. The downstream speed of a boat is 5 km/h, more than its upstream speed, and the ratio of the speed of the boat in still water, the speed of the stream is 19.5. എന്താണ് downstream speed? downstream speed എന്ന് പറയുന്നത് ഓഫ് എ ബോട്ട് എന്ന് പറയുന്നത് downstream speed of a boat എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് പറഞ്ഞാൽ more than 5 km more than the upstream speed എന്ന് പറഞ്ഞിട്ടുണ്ട്. And the ratio of the speed of boat in still water to speed of stream എത്രയാണ്? 19:. അപ്പം സ്പീഡ് ഓഫ് ബോട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ബോട്ടിന്റെ സ്പീഡും 19. ഇനി സ്പീഡ് ഓഫ് സ്ട്രീമിന്റെ റേഷ്യോ ആണ് തന്നേക്കുന്നത്. സ്പീഡ് ഓഫ് സ്ട്രീം എത്രയാണ്? സ്പീഡ് ഓഫ് സ്ട്രീം എന്ന് പറയുന്നത് 5 ആണ്. ടോട്ടൽ ടൈം ടേക്കൺ ബൈ ബോട്ട് ടു ട്രാവൽ 42 km ഡൗൺ സ്ട്രീം ആൻഡ് 31.5 km അപ്പ് സ്ട്രീം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ഡൗൺ സ്ട്രീം സ്പീഡ് എപ്പോഴാണ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഡൗൺ സ്ട്രീം സ്പീഡ് കണ്ടുപിടിക്കുന്നത് എപ്പോഴും എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? 19 + 5x ആണ്. സ്പീഡ് ഓഫ് ബോട്ട് പ്ലസ് സ്പീഡ് ഓഫ് സ്ട്രീം ആണെന്ന് പറയുന്നത്. ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് അത് എത്രയാണ്? 24x എന്ന് കിട്ടും. ഇനി അപ്സ്ട്രീം സ്പീഡ് എങ്ങനെയാണ്? അപ്സ്ട്രീം സ്പീഡ് എങ്ങനെയാണ്? 19x - 5x എത്രയാണ്? 14x ആണ് ഡൗൺ സ്ട്രീം സ്പീഡ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ എന്താ എഴുതുക? അക്കോർഡിംഗ് ടു ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ടോട്ടൽ ടൈം ടേക്കൺ ബൈ ടു ട്രാവൽ 42 km ഡൗൺ സ്ട്രീം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 42 km ഡൗൺ സ്ട്രീം പോകാനുള്ളതാണ് നമ്മളോട് എന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇവിടെ എന്താണ്? ഇവിടെ സ്പീഡ് ഓഫ് ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത് 24x ആണല്ലോ. 24x ആണ്. ഇപ്പൊ 24x ആണ് സ്പീഡ്. 24x മൈനസ് എന്താണ്? 14x ആണ് എന്തെന്ന് പറയുന്നത് ഇവിടെ 5 എന്ന് തന്നിരിക്കുന്നത്. 10x എന്ന് പറഞ്ഞാൽ എന്താണ്? 10x എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 5 ആണ്. x = 1/2 എന്ന് കിട്ടും. ഇപ്പൊ ഡൗൺ സ്ട്രീം സ്പീഡ് ഓഫ് ഡൗൺ സ്ട്രീം എത്രയാണ്? ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് 24 ഇൻറ്റു എത്രയാണ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്? സ്പീഡ് ഓഫ് ഡൗൺ സ്ട്രീം 24x ആണ്. അപ്പൊ 24 × 1/2 ചെയ്യുമ്പോൾ ഇവിടെ 12 എന്ന് കിട്ടും. ഇനി അപ്സ്ട്രീം സ്പീഡ് എത്ര കിട്ടും? അപ്സ്ട്രീം സ്പീഡ് 14 ഇൻറ്റു എത്രയാണ്? 14 × 1/2 ആണ്. 7 km/h എന്ന് കിട്ടും. അത് കഴിയുമ്പോൾ ടൈം നമുക്ക് അപ്സ്ട്രീം സ്പീഡും ഈ ഒരു റേഷ്യോ എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പൊ ടൈം ടേക്കൺ ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് 42 km ആണ് ഡിസ്റ്റൻസ്.
അത് കഴിഞ്ഞ് ഡിസ്റ്റൻസ് എന്താ ചെയ്യാം, ബൈ 12 ചെയ്യാൻ എന്ത് കിട്ടും, 42 കിലോമീറ്റർ ആണല്ലോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതേ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യാം, 12 കിലോമീറ്റർ ആണ് ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3.5 അവേഴ്സ് ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ആൻസർ ആയിട്ട് ഇവിടെ കിട്ടുന്നത്. 3.5 അവേഴ്സ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. അപ്സ്ട്രീം സ്പീഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, അപ്സ്ട്രീം സ്പീഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടോട്ടൽ എത്രയായിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്, അപ്സ്ട്രീം ഡിസ്റ്റൻസ് 31.5 ആണ്. അത് ഡിവൈഡ് ബൈ 7 ചെയ്യുമ്പോൾ 4.5 അവേഴ്സ് എന്ന് കിട്ടും. റിക്വയർഡ് ടൈം എന്ന് പറയുന്നത് ടോട്ടൽ ടൈം ആണ്. അപ്സ്ട്രീം പോകാനും ഡൗൺ സ്ട്രീമിന്റെ ടൈം ആഡ് ചെയ്യുമ്പോൾ 8 അവേഴ്സ് എന്ന് കിട്ടും. ടോട്ടൽ ടൈം 8 അവേഴ്സ് എന്ന് കിട്ടും. ഇനി a container contains a mixture of two liquids P and Q in the ratio എന്താണ്, the container contains a mixture of two liquids P and Q in the ratio 5:3. If 16 liters of mixture is taken out and replaced with the liquid Q, then the new ratio of liquid P to liquid Q becomes 1:1. Find the initial quantity of mixture in the container. അപ്പം ക്വാണ്ടിറ്റി P 5x Q 3x എന്ന് എടുത്തു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്തു, 16 ലിറ്റർ ഓഫ് മിക്സ്ചർ എന്ത് ചെയ്തു, ടേക്കൺ ഔട്ട്. ക്വാണ്ടിറ്റി P എന്താവും, 5x മൈനസ്, ഇപ്പൊ നമ്മള് എടുക്കുന്ന മിക്സ്ചറിലെ റേഷ്യോവും 5:3 എന്ന റേഷ്യോ തന്നെയാണ് എടുക്കുന്നത്. ഇപ്പൊ 5x മൈനസ് അതിൽ നിന്ന് P ആണെങ്കിൽ ടോട്ടൽ 5/18 എടുക്കും. ഇൻറ്റു 16 ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക, 5x മൈനസ് 10 ആണ് ക്വാണ്ടിറ്റി ഓഫ് P എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റി ഓഫ് Q എന്ന് പറയുന്നത് 3x, ടോട്ടൽ ക്വാണ്ടിറ്റി 3x ആണ്. അതിൽ 3/8 ഇൻറ്റു 16 ആണ് എടുക്കുന്നത്. ഇപ്പൊ എത്ര ഇട്ട്, 3x മൈനസ് 6 പ്ലസ് 3x മൈനസ് 6, അതിന്റെ കൂടെ നമ്മൾ 16 ലിറ്റർ ആഡ് ചെയ്യും, അത് കൂടി എഴുതും. അപ്പൊ now എന്താണ് ഇപ്പൊ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ 5:3 ഉണ്ട്. അപ്പൊ അതിൽ നമുക്ക് ഇവിടെ അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ എന്താണ് ഇവിടെ നമുക്ക് വരുന്നത്, എന്താണ് നമുക്ക് 5x മൈനസ് 10 എന്ന് പറയുന്നത് 3x പ്ലസ് 10, 5x മൈനസ് 10 ഡിവൈഡ് ബൈ, ഇവിടെ ഇത് മൈനസ് ചെയ്യുമ്പോൾ 3x പ്ലസ് 10 ആവും. അതിന്റെ റേഷ്യോ 1/1 എന്ന് തന്നിട്ടുണ്ട്. 2x എന്ന് പറയുന്നത് ഇത് നമുക്ക് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോഴത്തേക്ക് എന്ത് കിട്ടും, 5x മൈനസ് 10 ഈക്വൽ ടു 3x പ്ലസ് 10 ആണ്. അപ്പൊ 2x ഈക്വൽ ടു എന്ത് കിട്ടും, 28, x ഈക്വൽ ടു 10 എന്ന് കിട്ടും. ഇപ്പം ഇനിഷ്യൽ മിക്സ്ചർ എന്ന് പറഞ്ഞാൽ 5x പ്ലസ് 3x ആണല്ലോ. അപ്പൊ എത്ര കിട്ടും, 8 ഇൻറ്റു എന്ത് കിട്ടും, 10 80 ലിറ്റർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, റേഷ്യോ ഓഫ് ദ പെർസെന്റേജ് ഓഫ് A to B is, റേഷ്യോ പെർസെന്റേജ് ഓഫ് A to B is എന്താണ്, 8:5 ആണ്. ആവറേജ് ഓഫ് ദ പെർസെന്റേജ് ഓഫ് B to C എന്ന് പറയുന്നത് എത്രയാണ്, 30. B പ്ലസ് സിയുടെ ആവറേജ് 35 ആണ്. അപ്പം B പ്ലസ് സി എന്ന് പറഞ്ഞാൽ എവിടെ കിട്ടും, 70 എന്ന് കിട്ടും. 5 years ago the sum of ages of A and B is 55 years ago. 5 years ago sum of the ages of A and B എന്ന് പറയുന്നത് 55 years ആണ്. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഇവിടെ, B മൈനസ് 5 A മൈനസ് 5 എന്ന് പറയുന്നത് എത്രയാണ്, 55 ആണ്. So then find the difference between the present age of A and C എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഇപ്പം ഇവിടെ എ പ്ലസ് ബി എന്ന് പറയുന്നത് 65 എന്ന് കിട്ടും. എ പ്ലസ് ബി ഇവിടെ 65 നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഓക്കെ, അതായത് നമുക്ക് ഇവിടെ എന്താണ് 8 പ്ലസ് 5 എന്ന് പറയുമ്പോൾ എത്രയാണ്? 13 ആണ്. 8 പ്ലസ് 5 13 ആണ്. 13 എക്സ് ആണെന്ന് നോക്കുന്നത്. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ന് ഇവിടെ 5 എന്ന് കിട്ടും. എക്സിന്റെ വാല്യൂ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? എക്സിന്റെ വാല്യൂ 5 എന്ന് കിട്ടുമ്പോൾ 40 25 എന്നിങ്ങനെ കിട്ടും. ഈ ഇവിടെ നമ്മൾ റേഷ്യോ 8 5 40 25 ആണ് നമുക്ക് എന്തെന്ന് കിട്ടുന്നത്? നമുക്ക് എയുടെയും ബിയുടെയും പെർസെന്റേജ് എന്ന് കിട്ടുന്നത്. നമുക്ക് എയുടെയും സിയുടെയും അല്ലേ കണ്ടുപിടിക്കേണ്ടത്? എയുടെയും ബിയുടെയും നമുക്ക് കിട്ടി. ഇനി നമുക്ക് എയുടെയും സിയുടെയും കിട്ടണം. പെർസെന്റേജ് ഓഫ് എ എന്ന് പറയുന്നത് 40 ആണ്. സി എന്ന് പറയുന്നത് ഈ 70 മൈനസ് എന്ത് ചെയ്യാം? ബി പ്ലസ് സി അല്ലേ? 70 മൈനസ് ബിയുടെ എത്രയാണ്? 25 ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 45 എന്ന് കിട്ടും. 45 മൈനസ് 40 എത്ര കിട്ടും? 5 ഇയേഴ്സ് എന്ന് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. എയും സിയും തമ്മിൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ 45 മൈനസ് 40 5 ഇയേഴ്സ് ഡിഫറൻസ് കിട്ടും. അടുത്തത് വാട്ട് വിൽ കം ഇൻ ദ പ്ലേസ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമുക്കിവിടെ എക്സ് ബൈ 5 ബൈ 7 എക്സ് ഇൻറ്റു 7 ബൈ 5 എന്നാണല്ലോ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് നോക്കാം. എക്സ് ഇൻറ്റു നമുക്ക് എക്സ് ഡിവൈഡഡ് ബൈ 5 നമുക്ക് ഇൻറ്റു 1/5 എഴുതാം. ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 1/7 എഴുതാം. അതേ പ്ലസ് അതേ ഇൻറ്റു 14 പ്ലസ് 112 ആണ്. അപ്പൊ ഈ പ്ലസ് 112നെ അപ്പുറത്ത് കൊണ്ടുപോകാം. 420 മൈനസ് 112 വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 7ഉം 14ഉം പോയി 2 ആകും. അപ്പൊ എക്സ് ഇൻറ്റു 2/5 ഈക്വൽ ടു ഇത് ഡിഫറൻസ് എടുക്കുമ്പോൾ 308 വരും. അപ്പൊ എക്സ് ഈക്വൽ ടു 308 ഇൻറ്റു 5/2 എന്ന് വരും. അപ്പം 1 2 2 2 10 2 8 154 ഇൻറ്റു 5 770 എന്ന് വരും. ഓപ്ഷൻ 770 എന്നാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 50/100 ഇൻറ്റു 128 പ്ലസ് റൂട്ട് 16 എത്രയാണ്? 4/2 ഇൻറ്റു 4 ഈക്വൽ ടു എക്സ് പ്ലസ് 10 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതും പോയി 1/2 ഇവിടെ 2 ചെയ്യുമ്പോൾ വന്നിട്ട് 4 64 പ്ലസ് കിട്ടുമ്പോൾ 8 ഈക്വൽ ടു എക്സ് പ്ലസ് 10 വരും. 72 മൈനസ് 10 ആണ് എക്സ്. എക്സ് ഈക്വൽ ടു 62 എന്ന്. ആൻസർ അപ്പൊ 62 ആണ്. ഓപ്ഷൻ 3യുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 62 ആയിട്ട് വരും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 14 ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എക്സ് ഓക്കെ, നമുക്ക് ആദ്യം ബ്രാക്കറ്റിലുള്ളത് ചെയ്യാം. ബ്രാക്കറ്റിലുള്ളത് 4 ഇൻറ്റു 16 ഇൻറ്റു 1/32 പ്ലസ് 1 പ്ലസ് 12 സ്ക്വയർ എന്ന് പറയുന്നത് 360 ആണ്. അപ്പൊ ഇത് വെട്ടിക്കളയുമ്പോഴത്തേക്ക് 1 2 വരും. ഇത് പെട്ടെന്നതിനേക്ക് 2 വരും. 2 + 1 3 3 പ്ലസ് 12 സ്ക്വയർ ആണ് 360 എന്ന് പറയുന്നത്.
3 plus 144 ആണ് 360 എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ഇവിടെ ഒരു പവർ ആണ്, ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് എക്സ് പവർ ആണ് നമുക്ക് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, ആ 360 മൈനസ് 144 ചെയ്യാം. അപ്പം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 216 കിട്ടും. അപ്പം ഏതിന്റെ എക്സ് ക്യൂബ് ഈക്വൽ ടു 216 ആണ്. അപ്പൊ എക്സ് എന്ന് പറയുന്നത് എന്താണ്, 6 ആയിട്ട് ഇവിടെ ആൻസർ 6 ആയിട്ട് ഇവിടെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് 1331 ബൈ 11 പ്ലസ് റൂട്ട് 81 പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക് ഈക്വൽ ടു 27 ആണ്. ക്യൂബ് റൂട്ട് ഓഫ് 1331 എന്ന് പറയുന്നത് എന്തിന്റെ ക്യൂബാണ്, 11ന്റെ ക്യൂബാണ്. ഇത് 1331 11ന്റെ ക്യൂബാണ്. അപ്പൊ 11 ബൈ 11 പ്ലസ് റൂട്ട് 81 എത്രയാണ്, 9. അപ്പം പ്ലസ് എക്സ് ഈക്വൽ ടു 27. അപ്പോഴിതിവിടെ 1 പ്ലസ് 9 പ്ലസ് എക്സ് ആണ് 27. എക്സ് എത്ര കിട്ടും, 17 എന്നിവിടെ എക്സിന്റെ വാല്യൂ ഇവിടെ 17 എന്നിവിടെ. അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 14ന്റെ സ്ക്വയർ എത്രയാണ്, 14ന്റെ സ്ക്വയർ 196 പ്ലസ് 179 പ്ലസ് 5ന്റെ സ്ക്വയർ 25. അപ്പം 9 10 14 6 20 2 2 2 4 13 7 20 2 2 4 400 എന്തിന്റെ സ്ക്വയർ ആണ് എന്നാണ് ക്വസ്റ്റ്യൻ മാർക്ക് വെച്ചിരിക്കുന്നത്. എത്രയാണ്, 20 എന്ന് കിട്ടും. 20ന്റെ സ്ക്വയർ 400 എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 28.5 into 34 പ്ലസ് 2320 ഭാഗം 8 ഈക്വൽ ടു 36 സ്ക്വയർ മൈനസ് ക്വസ്റ്റ്യൻ മാർക്കാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ എത്രയാണ്, നമുക്കിവിടെ 2320 ബൈ 8 ചെയ്യാം. 290 കിട്ടും. 290 ആണല്ലോ. 285 into 34 ചെയ്യുമ്പോൾ 969. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതേ പ്ലസ് നമ്മൾ എന്ത് ചെയ്യുന്നു, 290 ആഡ് ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടുന്നു, 1296. എന്തിനാ 36ന്റെ സ്ക്വയർ എന്നാണ് 1296 മൈനസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. 9690290 എന്ന് പറയുന്നത് 1259. അപ്പൊ 1296 മൈനസ് 1259 ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും, 37 ആണ്. നമുക്കിവിടെ ക്വസ്റ്റ്യൻ മാർക്കിന്റെ ഇവിടെ എന്ത് കിട്ടും, 37 ആണ് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 47 into 27 പ്ലസ് 156 ബൈ 8 പ്ലസ് 181 ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 8ഉം ഇതിവിടെ വെട്ടാലോ, 2 4 8 2 4 8 3 4 12 9 4 36 ഇതിലിങ്ങനെ കിട്ടും. പിന്നെ നമ്മൾ വെട്ടാം, 1 2 2 9 2 18 I 2 10 0. അപ്പൊ ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 47 into 27 എത്ര കിട്ടും, 1269 പ്ലസ് 1950 പ്ലസ് 181 ചെയ്യുക. അപ്പൊ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 69 1950 പ്ലസ് 181 ചെയ്യുക. ആൻസർ ആയിട്ട് 3400 ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തതും നമുക്ക് അതുപോലൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ആദ്യം നമ്മൾ 560 by 6 ആണ് ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോഴത്തേക്ക് 7 6 42 36 എന്ന് പറയുമ്പോൾ 6 6 36 760 കിട്ടും. അപ്പം
നമുക്ക് ഇത് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന വാല്യൂ 562.5 പ്ലസ് 760 -225 ഇത് ചെയ്യുമ്പോഴത്തേക്ക് 1225 എന്ന് കിട്ടും. ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ 97.5 എന്ന് കിട്ടും. ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യാം, മൈനസ് ഇത് ചെയ്യുമ്പോഴത്തേക്ക് 97.5 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 80% ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇവിടെ 250 into 44 പ്ലസ് 40/100 ഓഫ് എത്രയാണ്? 8500 ആണ്. ഇത് ഇവിടെ പെട്ടി 4 2 8 1000 10 4x/5 ഈക്വൽ ടു എന്ത് ചെയ്യും? 250 into 44 പ്ലസ് 40 into 85. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമുക്ക് 25 into 44 ഇത് 250 into 46 ചെയ്യുമ്പോഴത്തേക്ക് 1100 പ്ലസ് 3400 കിട്ടും. അതെന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ റൂട്ട് എടുക്കുക. ഇതിന്റെ റൂട്ട് എടുക്കുമ്പോൾ ഇത് 14400 എന്ന് കിട്ടും. ഇതെന്തിന്റെ റൂട്ടാണ്? 120യുടെ റൂട്ടാണ്. അപ്പൊ ഇവിടെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഇവിടെ 4/5 അപ്പുറത്ത് പോകുമ്പോൾ 5/4. അപ്പൊ ഇവിടെ 3 4 12 180. എക്സിന്റെ വാല്യൂ എത്രയാണ്? 180 150 എന്ന് കിട്ടും നമുക്ക് ഇവിടെ. 5 3 15 150 150 എന്നാണ് ഇവിടെ ആൻസർ ആയിട്ട് എത്തുന്നത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കിനി അടുത്തൊരു ക്ലാസ്സിലൂടെ കാണാം.